ായ പി വി അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്നതാണ് ഈ വാർത്താ പകൽ കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നത്. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അൻവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. അൻവറിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളുമുണ്ട്. മലപ്പുറത്ത് നിന്നും അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, ഗുഡ് മോർണിംഗ് അഷ്കർ. മലപ്പുറത്തെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ കൂടുതൽ കരുത്തനാവുകയാണോ പി വി അൻവർ? ഇപ്പോൾ ജനകീയ യാത്ര കൊണ്ട് സാധിക്കാഞ്ഞത് ഒരൊറ്റ അറസ്റ്റിലൂടെ പി വി അൻവർ സാധിച്ചെടുത്തു എന്ന് വേണം കരുതാൻ. പി വി അൻവറിന്റെ ഇപ്പോൾ തവനൂരിലാണെങ്കിലും നീക്കങ്ങൾ സജീവമായിരിക്കും. ജാമ്യാപേക്ഷ നൽകും. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ കൂടുതൽ കരുത്തോടുകൂടിയായിരിക്കുമോ പി വി അൻവർ വരിക? ഗുഡ് മോർണിംഗ് അഷ്കർ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് പി വി അൻവർ ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിൽ ഏത് ദിവസം ജാമ്യം ലഭിച്ച് പി വി അൻവർ പുറത്തേ ഇറങ്ങിയാലും പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന പരമാവധി പബ്ലിസിറ്റിയും മൈലേജും പി വി അൻവർ ലഭിച്ചിരിക്കുന്നു. വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ഒറ്റ അറസ്റ്റിലൂടെ പി വി അൻവർ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പി വി അൻവർ ഉന്നയിച്ച ചില ലക്ഷ്യം വെച്ച ചില കാര്യങ്ങളുണ്ട്. അത് ജനകീയാത്രയിലൂടെയാണെങ്കിലും പി വി അൻവർ ഉദ്ദേശിച്ചിരുന്നത് മലയോര ജനതയിലേക്ക് ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. വനനിയമ ഭേദഗതി ബില്ലിനെതിരെ താൻ നടത്തുന്ന പ്രതിഷേധം, ഇല്ലെങ്കിൽ ഈ വന്യമൃഗ ശല്യങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള അൻവറിന്റെ പ്രതിഷേധങ്ങൾ അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. ഇന്നലത്തെ ഒറ്റ അറസ്റ്റിലൂടെ അത് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ജയിലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവസാനമായി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട ആ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട വരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യ വരി എന്ന് പറയുന്നത് തന്നെ ജനവിരുദ്ധ ബില്ലായിട്ടുള്ള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ താൻ പ്രതിഷേധിച്ചുകൊണ്ട് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആ കാരണം കൊണ്ട് തന്നെ താൻ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പി വി അൻവർ അതിൽ പറയുന്നത്. സ്വാഭാവികമായും അൻവറിൻ്റെ അറസ്റ്റാണെങ്കിലും ജയിൽവാസമാണെങ്കിലും അത് താൻ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ താൻ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. മലയോര ജനതയ്ക്ക്, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ അറസ്റ്റും ജയിൽവാസം എന്നാണ് അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിൽ അൻവറിൻ്റെ ആ സന്ദേശം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാ ആളുകളേക്കും എത്തിക്കാൻ കഴിഞ്ഞു അൻവറിന് എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ അൻവറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ അതിലൂടെ യഥാർത്ഥത്തിൽ നടന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തേത് അരുൺ സൂചിപ്പിച്ചതുപോലെ അൻവറിൻ്റെ രാഷ്ട്രീയ വിജയം കൂടി ഈ അറസ്റ്റ് അൻവറിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിക്ക് തന്നെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ്. ഈ അൻവർ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റിലെ മുഴുവൻ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജനകീയ യാത്ര നടക്കുന്നു. ആ ജനകീയ യാത്ര ആദ്യഘട്ടത്തിൽ തന്നെ വാർത്തകൾ ഇടം പിടിക്കുന്നത് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ആ യാത്രയിൽ പങ്കെടുക്കുമെന്നുള്ള ചർച്ചകൾ വന്നതോടെയാണ്. അൻവറുടെ ക്യാമ്പിൽ നിന്ന് തന്നെ അൻവറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഈ DCC പ്രസിഡന്റുമാർ അടക്കം ഈ വേദിയിലെത്തുമെന്നുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ജനകീയ യാത്രയുടെ പോസ്റ്ററുകൾ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ അത് വാർത്തയായതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവമ്പാടിൽ പങ്കെടുക്കേണ്ട കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അതുപോലെ തന്നെ വയനാട് പങ്കെടുക്കേണ്ടിയിരുന്ന ND അപ്പച്ചനും ET മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി. അഥവാ അൻവർ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച ശേഷമേ അൻവറുമായി ഐക്യപ്പെടൂ. പൊതുവായിട്ട് UDF അംഗീകരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും, കോൺഗ്രസ് ഏറ്റെടുക്കുന്ന വിഷയമാണെങ്കിൽ പോലും അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന, UDF സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അൻവറിന്റെ അറസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെ ഈ അറസ്റ്റ് ഭരണകൂട ഭീകരതയാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയ പ്രതികരണം. പിന്നീട് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണമായിക്കൊണ്ട് തന്നെ KPCC പ്രസിഡന്റിന്റെ പ്രതികരണം എത്തി. അത് ഉന്നത ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. അഥവാ അൻവർ ഉന്നയിച്ച അതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് അൻവറിന്റെ പിന്തുണമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ എത്തിയെന്നുള്ളത് അൻവറിന്റെ UDFിലേക്കുള്ള പ്രവേശന കവാടമായി ഇന്നലത്തെ അറസ്റ്റ് മാറിയതിന്റെ പ്രത്യക്ഷ തെളിവാണ്. അരുൺ, താങ്ക് യു അഷ്കർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ രാത്രിയിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് 7:30 കൂടിയാണ്. പി വി അൻവറെ അറസ്റ്റ് ചെയ്തേക്കും എന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. പിന്നീട് DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിലെ ഒതായിയിലെ വീട്ടിലെത്തി പി വി അൻവറിനോട് അറസ്റ്റിന് കീഴടങ്ങണം, അറസ്റ്റിന് വഴങ്ങണം എന്ന് അറിയിച്ചു. പി വി അൻവർ MLA അറസ്റ്റിന് വഴങ്ങാം എന്ന് അറിയിച്ചതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് മെസ്സേജ് കിട്ടി. പി വി അൻവർ അറസ്റ്റിലേക്ക് എന്ന വാർത്തയും നമ്മൾ ബ്രേക്ക് ചെയ്തു. വൈകുന്നേരം 8:30 മുതൽ ഇന്നലെ നമ്മൾ കണ്ടത് തത്സമയ സംപ്രേഷണമാണ്. പ്രൈം ടൈമിൽ പി വി അൻവറിന്റെ അറസ്റ്റ് ലൈവായി തന്നെ റിപ്പോർട്ടർ TV ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. 20 മിനിറ്റോളം പി വി അൻവർ റിപ്പോർട്ടർ TVക്ക് ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖവും തന്നു. ആ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് ഇതൊരു ഭരണകൂട ഭീകരതയാണോ എന്ന് പി വി അൻവർ പറയുന്നത്.